ആരും എണീറ്റിട്ടില്ല. രാവിലെ കണി കണ്ടത് ചൂലാണ്. എൻ്റെ ഭഗവാനെ, ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. വെള്ളപ്പൂ കൊള്ളാലോ. സംഭവം പാത്രം തരും. Tata, Mama, Tata, what eh? Now I'm not up. Hey, Tata, Mama. മതി, സമയം പോയി. ഉണ്ട്, സമയം പരീക്ഷയാ. രാവിലെ എഴുന്നേറ്റ് പഠിത്തം ഉണ്ടോ? എനിക്കറിയത്തില്ല. നിനക്കുണ്ട്. ഇറങ്ങ. ആ, ചാട് ചാട് ചാട്. സമയം പോയി, പെട്ടെന്ന് പോകും. നിറക്കിയത് ശരിയാക്കട്ടെ. ഇന്ന് ഒരു സമയമില്ല, വിട്ടു പോകണം. നീ നേരത്തെ എഴുന്നേക്കണം, സംസാരിക്കണം. നീ ചുമ്മാ അവിടെ കിടന്ന് വിളിച്ചാൽ എഴുന്നേക്കത്തുമില്ല. വരാറായില്ല. താഴെ പോയി നോക്കാം. എപ്പോഴും താമസിച്ചെന്ന വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ വൈകിട്ടും താമസിച്ച. ഇനി അങ്ങനെ പറ്റത്തില്ല. പെട്ടെന്ന് പോകണം. സമയം വണ്ടി ഇവിടെ ആണോ വരുന്നത്? പിന്നെ റോഡിൽ കൂടെ. ആ, പിള്ളേര് പഠിച്ചിട്ട് പോകാൻ തുടങ്ങുന്നു. ആരല്ലേ? എന്റെയോ? എനിക്ക് പേരില്ല. ഞാൻ പറയട്ടെ, എന്റെ പേരോ? ആദികേശൻ. അറിയാലോ. ആദിത്യന് ആദികേശൻ. ആദികേശൻ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു. കുട്ടേന് പരീക്ഷയല്ലേ, 10ാം ക്ലാസ് അല്ലേ? ചേച്ചി പരീക്ഷ ആണോ? വണ്ടി എടുത്ത് കയറ്റി കേട്ടോ. പുതുതായിട്ടൊരു കൊച്ചു വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ഇന്നലെ ആ പെരപ്പുറത്ത് പോയ വണ്ടി. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഉറങ്ങിപ്പോയതാണ്. നേരെ വന്നത് ഇതിനകത്ത്
യാത്രയിലെടുത്തല്ലേ വണ്ടി? അവിടെ ആള് കിടപ്പുണ്ടാകും. ഉറങ്ങിപ്പോയതാ. രാവിലെ 3 മണിക്കെങ്ങാണ്ട് മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പാല് വേണ്ടേ? ഞാൻ സെയിം ഔട്ട്ഫിറ്റ് ആണ് ആൾക്കാർ വിചാരിക്കുമല്ലോ. ഇന്നലെ എന്റെ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഞാൻ ഇന്ന് വേണ്ടത്. എന്താണെന്ന് ചോദിക്കും. ട്രാവൽ, അതുകൊണ്ട് നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സിട്ട് ട്രാവൽ ചെയ്യുക. വേണ്ട ആ ഫാൻ പഞ്ചസാര ഇലക്ഷനും അതുപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാവരുടെയും ചാനൽ കുറച്ച് പമ്മലാവും. അന്നേരം എല്ലാവരും ഇടുന്ന വീഡിയോ ഒന്നും ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അന്നേരം ചിലപ്പോൾ ഇലക്ഷനോട് അങ്ങനെ താല്പര്യമുള്ളവർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ ഓരോ ഇതിലോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ചില സമയങ്ങളിൽ വ്യൂ കുറയുന്നത്. പിന്നെ ഒരു കുഴപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ചിലപ്പം ഇപ്പോൾ ഒരു 100 പേര് വേറെ ഓരോ കാര്യങ്ങളിൽ ബിസി ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇപ്പോൾ ആ സംഭവം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഈ 100 പേരും തിരിച്ചെത്തണമെന്നില്ല. പിന്നെ കുറച്ച് പേരൊക്കെ മിസ്സാവും അവിടെ. അങ്ങനെയാണ് പയ്യെ വ്യൂ കുറയുന്നത്. ഇവിടെ തുറന്നപ്പോഴാണ് പോയത്. തണുപ്പാണ് ഇപ്പോൾ. ഞാൻ കണ്ടായിരുന്നു. താങ്കൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എൻ്റെ കോളേജ്. ഏത് കോളേജ്? സെയിന്റ് ട്രീസസ് കോളേജ് ഓഫ് വുമൻസ് എന്നാണ് തോന്നുന്നു പേര്. ഫൈനൽ ഇയർ ആയിരുന്നു എന്നാന്ന് തോന്നുന്നു. ശരി അമ്മ ബൈ. എടി ദേവിയാ വിളിക്കുന്നത്. മോളത്തല്ലോ. ടാറ്റ. ഫോൺ എടുത്തോ? ഹെഡ്സെറ്റ്? നിന്റെ ഹെഡ്സെറ്റ് താഴെ കിടപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ എല്ലാ ബാഗും കൊണ്ട് പോണ്ടേ? നിറച്ച സാധനം എല്ലാം മേക്കപ്പ് മൊത്തം മേക്കപ്പ് സാധനങ്ങളാ ഫുള്ള്. എനിക്ക് ബുക്ക് അല്ല ഗായ്സ്. ഇന്നെനിക്ക് പരീക്ഷയാണ്. ഇവിടെ കണ്ട മറ്റേ വിൻസി അലോഷ്യസോ പഠിച്ച് പാസ്സാവാതെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കോപ്പി അടിച്ചിട്ടാണോ? അതെ, കോപ്പി അടിക്കാൻ പറ്റില്ല. ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞാൽ പറ്റാം. അതേതായിരുന്നു? ടാറ്റ. അവള് പറയാൻ നോക്കിയിരിക്കുവായിരുന്നു. അയ്യോ എനിക്ക് വയ്യ, എന്റെ ദൈവമേ.
ഉള്ളൂന്നോ? ഇന്ന് പോയിട്ട് എനിക്ക് നാളെ ഇത് ഡ്രസ്സ് വാങ്ങിക്കണം. ക്രിസ്മസ് പരിപാടിയുടെ ഒരു നല്ല ബോഡിക്കോൺ. ആ പൈസ എടുത്തായിരുന്നു. ഇല്ല കള്ളം പറയല്ലേ. ഇല്ല പറ്റത്തില്ല. എന്റെ ആ വരവ് കണ്ടിട്ട് എടുത്ത് നിൽക്കൊണ്ട് Bye guys, I got money. അമ്മ ഇന്നുകൂടി ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ചേ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടുവരും. ഇല്ല കൊണ്ടുപോയിട്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ കൊണ്ടുവരും. അമ്മ അതേ സെയിം ഷെയ്ഡ് അമ്മയുടെ മറ്റായിട്ടാണ് കൊണ്ട് ലിപ്സ്റ്റിക്കുകൾ. അപ്പൊ നീ എടുത്തു. എടുത്തില്ല. സത്യം എടുത്തില്ല. അയ്യോ ദൈവം വിളിക്കട്ടെ. ടാറ്റാ. ദൈവമേ ഇതിൻ്റെയൊക്കെ ശരീരം മാത്രമേ വളർന്നുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല. ഇനി വരത്തില്ല. അയ്യോ ഇതിന് കണ്ടില്ലല്ലോടി. പോയി ഇനി അങ്ങോട്ട് പോകും. അങ്ങോട്ടാണോ പോകുന്നത്? അങ്ങോട്ട് സ്റ്റോപ്പിലോട്ട് പോകാം. ഓ അവിടെ അപ്പൊ നമുക്ക് പോകാനുള്ളവരോട് അയ്യോ ചെല്ലുന്നില്ല. കുളിക്കാം. ഓക്കെ ആ ആ ആ ചേട്ടാ പോവാണേ. അല്ലെന്താ മാലയില്ല കെട്ടല്, കുഴപ്പമില്ല. അത് പിന്നെ ഞാൻ പോവാം. എനിക്ക് എൻ്റെ ചേട്ടായെ കാണണം. എൻ്റെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയേ ഇല്ലൂടെ. എനിക്ക് എൻ്റെ ചേട്ടായെ കാണണം. എല്ലാം എടുത്തല്ലോ അല്ലേ? ഓക്കെ കാരണോ അടി അല്ലെങ്കിൽ ഇപ്പൊ വെയിൽ കൊള്ളണ്ടേ? ജയ പോവാ. ഓ ഈ മനുഷ്യനെ കൊണ്ട് അതാ സ്കൂട്ടർ സ്കൂട്ടർ അതാ ഏതെങ്കിലും വേണേലും പോവാം. ആ നല്ലത് കാരണം ചെറിയോ മിക്ക പണി പാളും താക്കോലിക്കത് പനിനീരുമായി ആദ്യം കൊണ്ടുപോയി നടന്നു ഓടിക്കുവാണെ ശരി ബാത്റൂമിൽ തന്നെ വിട്ടിട്ട് ശരിക്ക് വയ്യ കിലോമീറ്റേഴ്സ് നടന്നു വരാനായിട്ട് എനിക്ക് വയ്യ. ഓക്കെ നിനക്കൊക്കെ സൂക്ഷിച്ചാൽ ഇരുതാൽ മതി സൈഡിലോട്ട്. പിന്നല്ലാതെ
ആ വണ്ടി എടുക്കാൻ പറ്റില്ല. എന്നാ വേറെ ആൾക്കാരെ കൊണ്ട് വണ്ടി ഏത് കാറോ? പോരെ, കുറച്ചുകൂടെ പോരെ. ആ മതി 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 മതി. ഓക്കെ. ഇവിടെ ഒരു കുഴി കൊണ്ടുവന്ന് സൈഡിൽ വെച്ചിരുന്നു. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാ കുഴി ഇങ്ങോട്ട് എടുക്കുന്നത്. അതിന് പുറവശത്തെ എവിടെ കുഴി അറിയിട്ട് അവസാനം പോയി. അയ്യോ ഇതിങ്ങനല്ല. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കാല് വേഗം എടുക്കുവഴി. അയ്യോ ഇനി വന്ന് നിർത്തണ്ടേ. ഇത് കട തുറക്കണം അല്ലേ? ഈ ഒരു കാര്യം ചെയ്യും, ബെൽറ്റ് ഒക്കെ ഇടുന്നതിന് മുമ്പ് കട തുറക്കും. ചാച്ചാച്ചനല്ലേ കമ്മ്യൂണിസ്റ്റ്? അതെ. കുറേ വളവിൽ പോയി വാങ്ങിക്കുന്നത് സേഫ് ഡ്രൈവിംഗ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് സ്കൂട്ടറാണ് എതിലേ കൂടെയും വലിച്ചിട്ട് ഓടാം. നല്ല രസമല്ലേ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ? ഇവിടെ ഇവിടെ കണ്ട് കല്യാണം ഒരുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടോ ഇവിടെ ഒരു നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ. ഒരു മലപ്രദേശമാണ്, ടൗണുമാണ്. നല്ല മണം. അമ്മയ്ക്ക് വായിച്ചുണ്ടാക്കുന്നുണ്ട്. അല്ല ഇത് നെയ്ക്കകത്ത് മറ്റേ തേങ്ങാക്കൊത്തിടുന്നതാണ്. ആ തേങ്ങ വറക്കുന്നതാണ്. ഇതാണല്ലേ കരിങ്കോഴി. ശരിക്കും കരിങ്കോഴി. പകുതി സേവയൊക്കെ ചെയ്താലും എന്തായാലും അതല്ല ഈ ആലാണ് ഇതിൻ്റെ അല്ലേ? ഇത് പ്രത്യേകത ഈ ആല. കേട്ടോ പോണ്ടേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം വെച്ചാൽ പോകാനായിട്ട് രക്ഷയില്ല കേട്ടോ. പോകാൻ തോന്നില്ല. ബർഗണ്ടി കളറല്ലേ അടിച്ചോർക്കുന്നുണ്ടോ പണ്ട്? നാരായണിയൊക്കെ വൻ പഠിത്തം തോന്നുന്നു. പരീക്ഷ അവർക്ക്. ആപ്പിളൊക്കെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മുഴുവനായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആർക്കും എടുത്ത് കഴിക്കാൻ കഴിയില്ല. അരിഞ്ഞൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് തിന്നാൻ. അപ്പുറത്തെ പറമ്പിൽ എന്തോ പണിയാന്ന് തോന്നുന്നു. ചെത്തി തിന്നാൻ പറ്റിയല്ല, ചെത്തി വായി വെച്ച് തരണം. വിശക്കുന്നൊക്കെ ഉണ്ടോ? എന്നിട്ട് ചോറിനാ പോവാ.
1 മണിക്കാണോ ഇപ്പോഴേ പോകുന്നത്? അവിടെ ഒരു പഞ്ഞി പണ്ട് കാറ്റ് വന്നപ്പം, പണ്ടല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് മഴക്കാലത്ത് കാറ്റത്തൊരു പഞ്ഞി വീണില്ലേ, ആ പഞ്ഞി വെട്ടി മാറ്റുവാണെന്ന് തോന്നുന്നു. അത് അതേപടി കിടക്കുമായിരുന്നു. പഞ്ഞി, ആ പഞ്ഞിയില്ലേ എന്ന് പറഞ്ഞു വേണം, ഇപ്പോഴാ വെട്ടുന്നത്. ഒറ്റ ഇതേ പത്തനംതിട്ട അടുത്ത് വരുമായിരിക്കും. ദേവി ഇതെപ്പോൾ വന്ന് കയറുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, എടുക്കരുത്. ഇല്ല എടുക്കത്തില്ല. ഇതെങ്ങോട്ടായി പോന്നേ? ഞങ്ങളില്ലാതൊരു ജീവിതം നിനക്കുണ്ടോ? ഞങ്ങൾ കയറണ്ടേ? അപ്പോൾ പുറകെ കയറിയാൽ മതി. അതിൻ്റെ ബാഗിൽ ഞാൻ സഹിക്കണമല്ലോ. ചെടിക്കട എവിടെ ഉണ്ട്? ഞാൻ കേറില്ല. ആളിറങ്ങാനുണ്ട്. ഇത് വന്നിട്ടുണ്ടോ? അമ്മേ സീറ്റ് ബെൽറ്റ്. ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാം. ഓക്കെ, ഞാനൊക്കെ ഇവിടെ പോകും. നീ എവിടെയെങ്കിലും പോകാമോ? ഇനി നിന്റെ ആവശ്യം കഴിഞ്ഞു. ഇതാടി നിന്റെ നീയൊക്കെ എൻ്റെ അനീറ്റിമാരാണെന്ന് പിന്നെയും തെളി. ഞാൻ എന്തായാലും എടുക്കാനുണ്ടോ ഇതിനകത്ത് എന്തോ സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ പായസമാ ഉദ്ദേശിച്ചത്. പക്ഷെ വേണ്ട. യോ പൊക്കെ വിട്ടോ. ടാറ്റാ ഉമ്മ. ആ ഉമ്മ വെച്ചോണ്ട് മിക്കാറും. അയ്യോ നമ്മൾ അങ്ങോട്ടാ പോണ്ടേ? കഴിച്ചല്ലോ. കഴിക്കാം, നമുക്ക് ഇവിടെ കയറി കഴിക്കാം. വാ. എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടോടി, എൻ്റെ ആണ് ഇല്ലാത്തത്. ഇത് ക്രീമ പുതിയതാണോ ഡി? അല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലേ. മുട്ടക്കൻ ബസ്. അപ്പൊ അതിന്റെ എന്നാ വേണ്ടേ? ആ അതിൻ്റെ അല്ലേ ഇത്? മീനാണോ അത്? കൂത്താടി ഉണ്ട്. മുട്ടയിടും, അത് നിങ്ങൾ തിന്നും. മെയിൻ ബസ് സ്റ്റാൻഡാണ് ഇത് ശരിക്കും അല്ലേ? അയ്യപ്പന്മാരൊക്കെ വരുന്ന പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ്. കോട്ടെ ടാറ്റ. ടച്ചപ്പ് ചെയ്തിട്ട് പോകാറുണ്ടല്ലോ. അതാ ഞാനും ആലോചിച്ചത്. ടച്ചപ്പ് ചെയ്തിട്ട് വണ്ടി പോകും. ഞാൻ അവിടെ നിന്ന് ടച്ച് വിട്ടോളാം. ഓക്കെ ബൈ. നല്ല വെയിലാണ്, പക്ഷെ അത്യാവശ്യം തണുപ്പുമുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് കളിക്കും.
അല്ല വേണ്ട കുട്ടിയെ നൂരിട്ടാ അതിന് മുമ്പ് ഇച്ചിരി കൂടെ പാടായിരുന്നു. മതിലായിരുന്നു. അതെ കയറി വരും. ഇന്നോവ കയറി വന്നിട്ടുണ്ട് നോട്ടായിരുന്നു. ആ ഞാൻ ഇവിടെ കിടക്കുന്നു. ഞാൻ അവർക്ക് എങ്ങനെ വന്നത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവിടെ മാത്രം എന്റെ പിടി പോയ എന്റെ പിടി ഞാനൊന്നേ കളിക്കുക ജയ ഏകദേശം വരാറായിട്ടുണ്ട്. അപ്പം വരുന്ന സമയത്ത് നമ്മൾ വാതുക്കെ അവിടെ പോയി നോക്കി നിന്നില്ലെങ്കിൽ പിന്നെ വഴക്കുറായി. പോയി നിൽക്കാം. ഞാൻ വന്നപ്പം മൈൻഡ് ചെയ്തില്ല, എന്നെ കാത്തു നിന്നില്ല, ഷാമ്പു വരും മാത്രമേ നോക്കി നിൽക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ വരുന്നില്ല. വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഒരു നേരമാകും. എന്നെ കാത്തിരിക്കുന്നുണ്ടോ? അങ്ങനെ വേണം. പൊന്നെ മുത്തേ, ദേ ഞാൻ വരുന്നു കേട്ടോ. എന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഇതിപ്പോ എന്നാ കാര്യത്തിനാണ് ഞാൻ ആലോചിക്കുകയും ചെയ്തേ. കൈ വിഷു എന്നെ എടുക്കണ്ട. ഞാൻ പൊന്നാ പറ്റി എന്നെ കാണാതെ വിഷമിച്ചങ്ങാണ്ട് ഇരിക്കുവാണെന്ന് ഞാൻ അതൊന്നുമല്ല. ഞാൻ ഇവിടെ വന്നില്ല നീ തെറി പറയുന്നുണ്ടോ? ആശ്വസിക്കാമല്ലോ. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ നീ തെറി പറയരുത്. ദേവിയിലേ പോയി. ഞാൻ മുണ്ടക്കയം ബസ്സിൽ പോയി. അപ്പം പേട്ട ബസ് എങ്ങാണ്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ട്. കുറച്ചല്ല, 2 മണിക്ക് എങ്ങാണ്ട് ഉള്ളത്. പിന്നെ അവിടെ കല്ലേ പൊൻകുന്ന അല്ല എരുമേലി ഉണ്ടോ, എരുമേലി ഇറങ്ങി. പിന്നെ അവിടുന്ന് കയറി കാഞ്ഞിരപ്പള്ളി ഇറങ്ങി. പിന്നെ അവിടുന്ന് വേറെ ബസ്സിൽ കയറി പിന്നെയും പേട്ടയ്ക്ക് പോയി. പിന്നെ പേട്ടന്ന് വണ്ടി എടുത്തെടുത്ത് പാലായിട്ട് പോകണം. എന്നാ പിന്നെ എന്താ എടുക്കുന്നു.
നീയില്ല അതെന്താ ചോറ്? എനിക്കറിയാമല്ലോ, എപ്പോഴും അങ്ങനല്ലേ, ഇവിടെ ഉണ്ടായാലും അങ്ങനല്ലേ. എല്ലാം ഒരുമിച്ച് വാ, എല്ലാം കൂടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വാ. താമസനാ സമയമാണല്ലോ. അല്ലല്ലോ, അതെയല്ലോ. അല്ല, നീ 4:45 ഇവിടെ വരുന്നല്ലേ? 4:45. എന്നാ ഞാൻ 5 മണിക്കല്ലേ ഇവിടെ വരുന്നേ? സമയം എത്രയായി? 5:05. 5:05 ഉള്ളൂ. അല്ല, ഏത് ബസ്സിന് വന്നേ? അതിന് സ്കൂൾ ബസ് വരാഞ്ഞേ? ആരുമില്ലായിരുന്നോ? അല്ല, സ്കൂൾ ബസ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? സ്കൂൾ ബസ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? അതെന്താ സ്കൂൾ ബസ്സിൽ വരാതിരുന്നേ? നിന്നോട് ഞാൻ സ്കൂൾ ബസ് ഉള്ളപ്പോൾ സ്കൂൾ ബസ്സിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ? എക്സാം ആണെന്ന് പറഞ്ഞിട്ട് സ്കൂൾ ബസ് ഇല്ലായിരിക്കൊന്നും ഇല്ലല്ലോ. ആ, അതുകൊണ്ട് വെറുതെ ലൈൻ ബസ്സിന് കയറിയാൽ അവിടെ അത് ഈ വെയിലത്ത് അങ്ങൂ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അവൾക്ക്? ഈ സ്കൂൾ ബസ്സിന് വന്നാൽ മതി. ചുമ്മാ വെയിലത്ത് അവിടുന്ന് ലൈൻ ബസ്സിന് വന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് നടക്കണം. ശാംഭവി സമയം. ആ, ഓക്കെ, പോയല്ലോ. അതെ, എന്താ എടുക്കുന്നത്? ജയമൊന്നുമില്ല. ജയമ വന്നു, വീട്ടിലുണ്ട്. വിളിക്കണോ? വേണ്ട, ടിവി വെക്കാം. മതിയോ? ടിവി ചക്കപ്പഴുണ്ട്, പുതിയ. നീ കറക്കാൻ വരുന്നതാണോ സ്കൂളിൽ ഇങ്ങോട്ട്? അതൊക്കെ കളഞ്ഞു. ഇവിടില്ല, അവിടെയല്ലേ. ബ്ലൂ ഒക്കെ നീ തീരക്ക് മുറിച്ച് ഒരു കോലമാക്കിയല്ലോ. അതിനിപ്പോ അമ്മേ മതിയോ? മതി. ആ, നീ ആകാശത്തിൻ്റെ കളറേ ഉണ്ടോ? ഉറുമ്പൊന്നും കടിച്ചില്ലടി. കുപ്പി കൊണ്ടുവന്നില്ലേ? നീ എന്തിനാ അവിടെ ഇട്ടിട്ട് വന്നാ കുപ്പി? ആ, അത് മനസ്സിലായി, നാളെ കൊണ്ടുവന്നോളാന്ന്. ഇന്ന് തന്നെ കൊണ്ടുവരാഞ്ഞതല്ലേ ചോദിച്ചേ? ശരി, ഓക്കെ. ആ, നാളെ നീ വെള്ളം കുടിക്കണ്ട. അപ്പം സ്കൂളിലുണ്ടല്ലോ, അവിടെ നിന്ന് കുടിച്ചാൽ മതി.
തിരക്കിയോ? എന്താ ഉണ്ടാക്കിയേ? അമ്മ എന്തെങ്കിലും തിരക്കില്ല? എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? എന്നാ ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലെ രാവിലെ എന്നാ ഉണ്ടാക്കിയ? അപ്പൊ എന്നാ ഉണ്ടാക്കി തന്നെ? ഇന്നത്തെ രാവിലെ ഇന്നത്തെ ദോശ ഉണ്ട്. ഇന്നലത്തെ ദോശയാണ് അപ്പച്ചി ഉണ്ടാക്കിയത്. ചേച്ചി ചേച്ചി വിളിയേക്കടി, നിനക്കൊന്ന് വിളിയേക്കാൻ പ്രശ്നമുണ്ടോ? ചേച്ചി വിളിച്ചോളാം.